സോ വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഇന്ന് എൻ്റെ അടുത്തുള്ളത് KTMൻ്റെ RC200 ആണ്. അതും ഫസ്റ്റ് ജനറേഷൻ RC200. ഇപ്പോഴത്തെ RC200-നെക്കാളും ഈ വണ്ടിക്കാണ് ഫാൻസ് കൂടുതൽ. ഒന്നാമതായി ഈ വണ്ടിയുടെ ലുക്ക് തന്നെ ആകാം. പുതിയ RC200-നെക്കാളും ഈ വണ്ടി കുറച്ച് റോയാണ്. ഈ വണ്ടി ഓടിക്കുമ്പോൾ വേറൊരു ഫീലാണ്. പുതിയ BS6 എഞ്ചിൻ വളരെ റിഫൈൻഡ് ആണ്. ഇതിൽ കിട്ടുന്ന റോ പവറും ഫീലും അതിൽ കിട്ടില്ല. പക്ഷേ BS6-ന് BS3-യേക്കാളും വൈബ്രേഷൻസ് കുറവാണ്. ഈ വണ്ടി അത്രയും റിഫൈൻഡ് അല്ല. KTM ഈ എഞ്ചിൻ നിർമ്മിച്ചിരുന്നത് തന്നെ മാക്സിമം പവർ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇവന്റെ ലുക്കും പവറും മറ്റു 200cc വണ്ടിയേക്കാളും കൂടുതലാണ്. 200cc-യിൽ കിങ് തന്നെയെന്ന് പറയാം. ഇതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കാം ഇപ്പോഴും ഈ വണ്ടിക്ക് ഇത്രയും ഫാൻസ് കൂടാൻ കാരണം. 2025-ൽ BS3 വണ്ടിയുടെ റിവ്യൂ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ഇത് അഫോർഡബിളായ പ്രൈസിൽ അവൈലബിൾ ആണ്. സെക്കൻഡ് ഹാൻഡ് വണ്ടി നോക്കുന്നവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. ഫ്രണ്ടിൽ നോക്കിയാൽ ഷോർട്ടർ വൈസറാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വിൻ പ്രൊട്ടക്ഷൻ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. പിന്നെ മിററിൻ്റെ ഡിസൈൻ നോക്കിയാൽ ഷാർപ്പ് ലുക്കിംഗ് മിററാണ് കൊടുത്തിരിക്കുന്നത്. ഷാർപ്പ് ആയതുകൊണ്ട് തന്നെ വ്യൂവും കാര്യങ്ങളൊക്കെ കുറവാണ്. ഹെഡ്ലൈൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ട്വിൻ പ്രൊജക്ട് സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. അത് ഹാലജൻ യൂണിറ്റ് ആണ്. നൈറ്റ് റൈഡിംഗ് നോക്കി അത്യാവശ്യം വിസിബിലിറ്റി കിട്ടുന്ന ഹെഡ്ലാമ്പ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് സെക്ഷൻ കാണാനും അപാര ലുക്കാണ്. ഹെഡ്ലാമ്പിന്റെ തൊട്ട് താഴെ കാണുന്നതാണ് DRL. അതും അഗ്രസീവായിട്ട് അതിന് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് മിററിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. റേസ് ബൈക്സിൽ കൊടുത്തിരിക്കുന്ന പോലത്തെ മഡ് ഗാർഡ് ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. WP-യുടെ അപ്സൈഡ് ഡൗൺ USD ഫോർക്കാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫർ സൈഡാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. റേഡിയേറ്ററിൻ്റെ ഭാഗത്തേക്ക് നോക്കിയാൽ സിംഗിൾ ഫാൻ കൂളിംഗ് സിസ്റ്റമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പുതിയ വണ്ടിയിൽ കാണുന്ന പോലത്തെ കർവ്ഡ് റേഡിയേറ്റർ സിസ്റ്റം അല്ല ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ബ്രേക്സ് നോക്കിയാൽ 300mm ഡിസ്ക് പ്ലേറ്റ് ആണ് ഫ്രണ്ടിൽ വരുന്നത്. വൈബ്രയുടെ 4 പിസ്റ്റൺ കാലിപ്പർ ആണ് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ബൈറ്റ് കൂടിയ ബ്രേക്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. വണ്ടി നോൺ ABS ആണ്. വണ്ടിയുടെ സൈഡ് ഫിയറിംഗ് ഒക്കെ ഷാർപ്പായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വണ്ടി കാണാൻ അപാര ലുക്കാണ്. Moto3 ഇൻസ്പയർഡ് ആയിട്ടാണ് KTM ഈ വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വണ്ടിയുടെ ഏത് ഭാഗത്ത് നോക്കിയാലും ഷാർപ്പറും അഗ്രസീവുമാണ്. വണ്ടിയിൽ വരുന്നത് അണ്ടർബെലി എക്സോസ്റ്റ് സിസ്റ്റമാണ്. അതൊക്കെ അപാരമായി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഫ്രെയിം വരുന്നത് സ്റ്റീൽ ട്രെലിസ് ഫ്രെയിമാണ്. അതൊക്കെ കിടിലായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എഞ്ചിൻ സൈഡ് നോക്കുകയാണെങ്കിൽ 199.5cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് 4V DOHC എഞ്ചിനാണ് ഇതിൽ വരുന്നത്. മാക്സ് പവർ നോക്കുകയാണെങ്കിൽ 24.8 PS അറ്റ് 10,000 RPM. പിന്നെ ടോർക്ക് നോക്കുകയാണെങ്കിൽ 19.2 Nm ഓഫ് ടോർക്ക് അറ്റ് 8,000 RPM. പിന്നെ വണ്ടിയിൽ വരുന്നത് 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. സൂപ്പർ ക്ലച്ചോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടി പക്ക റോ ആണ്. വണ്ടിയുടെ മൈലേജ് നോക്കുകയാണെങ്കിൽ സിറ്റിയിൽ ഏകദേശം ഒരു 28 മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി. ഹൈവേയിൽ 30 to 35 km/ലിറ്റർ മൈലേജ് കിട്ടും. ടാങ്ക് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 9.5 ലിറ്റേഴ്സ് ആണ് വരുന്നത്. KTM പക്ക ട്രാക്ക് ബൈക്കായിട്ടാണ് ഈ വണ്ടിയെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ടാങ്കിൻ്റെ ഡിസൈനെ കാണാൻ കിടിലൻ ലുക്കാണ്. സ്വിച്ച് ഗിയേഴ്സ് ഒക്കെ നോക്കിയാൽ മുകളിൽ പാസ്, ഹൈ ബീം, ലോ ബീം, ഇൻഡിക്കേറ്റർ, ഹോൺ ഇതാണ് ഇവിടെ വരുന്നത്. റൈറ്റ് സൈഡ് നോക്കിയാൽ എഞ്ചിൻ കിൽ സ്വിച്ച്, DRL ഹെഡ്ലൈറ്റ് ഓൺ ഓഫ് സ്വിച്ച്, പിന്നെ ഇഗ്നിഷൻ. ബേസിക് ആയിട്ടുള്ള സ്വിച്ചസ് ആണ് ഈ വണ്ടിയിൽ വരുന്നത്. ഇനി മീറ്ററിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റൽ കൺസോളാണ് വരുന്നത്. മീറ്ററിൽ കാണിക്കുന്നത് സ്പീഡോമീറ്റർ, ഓഡോമീറ്റർ, ട്രിപ്പ് മീറ്റർ, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, ഫ്യൂൽ റേഞ്ച്, ആവറേജ് ഫ്യൂൽ കൺസംഷൻ എന്നിവയൊക്കെയാണ് കാണിക്കുന്നത്. 3 പീസ് ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാറാണ് ഈ വണ്ടിയിൽ വരുന്നത്. ലോവേഡ് ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർസ് ആണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടിയും റൈഡറുമായിട്ടുള്ള കണക്ഷൻ അത്രയും കൂടുതലാണ്. പിന്നെ ഈ ഭാഗത്താണ് ബാറ്ററിയുടെ സ്ഥാനം. പിന്നെ സീറ്റ്സ് നോക്കുകയാണെങ്കിൽ റൈഡർ സീറ്റ് അത്യാവശ്യം ഹാർഡ് സൈഡാണ്. ലോങ് റൈഡ്സിനൊന്നും സൂട്ടായ സീറ്റ് അല്ല ഇത്. പില്ലിയൻ സീറ്റ് നോക്കിയാൽ അത്യാവശ്യം സോഫ്റ്റ് സൈഡാണ്. പക്ഷേ സീറ്റിന്റെ ഡിസൈൻ വന്നിട്ട് സീറ്റ് കൗൾ പോലെയാണ്. പില്ലിയന് അൺകംഫർട്ടബിൾ ആയിരിക്കും. ഇതിലിരുന്ന് കൊണ്ട് ലോങ് റൈഡ്സ് ഒന്നും പോകാൻ പറ്റില്ല. പക്ഷേ സീറ്റിന്റെ ഡിസൈനൊക്കെ KTM വളരെ കിടിലമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് വരുമ്പോൾ 178 mm ആണ്. വണ്ടിയുടെ ചാസിസ് നോക്കുകയാണെങ്കിൽ സ്റ്റീൽ ട്രെലിസ് ഫ്രെയിമാണ്. അതിൻ്റെ ഡിസൈനൊക്കെ കിടിലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കാണാനൊക്കെ അപാര ലുക്കാണ്. വണ്ടിയുടെ ഗിയർ ബോക്സ് നോക്കിയാൽ 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. BS3 ആയതുകൊണ്ട് തന്നെ ഗിയർ ബോക്സൊക്കെ കുറച്ച് ടൈറ്റർ ഫീലാണ്. റിയർ സസ്പെൻഷൻ നോക്കിയാൽ WP-യുടെ മോണോഷോക്ക് സസ്പെൻഷനാണ് വരുന്നത്. പിന്നെ വണ്ടിയിൽ വരുന്നത് അണ്ടർബെലി എക്സോസ്റ്റ് സിസ്റ്റമാണ്. BS3 ആയതുകൊണ്ട് തന്നെ KTMൻ്റെ ടിപ്പിക്കൽ എക്സോസ്റ്റ് നോട്ടാണ് ഇതിലുള്ളത്. എക്സോസ്റ്റ് നോട്ട് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റിയർ ഇൻഡിക്കേറ്ററും ടെയിൽ ലൈറ്റും എല്ലാം LED-യിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വണ്ടിയുടെ ബാക്ക് സൈഡ് കാണാൻ കിടിലൻ ലുക്കാണ്. ഒരു റേസ് ബൈക്ക് ഫീലാണ് ബാക്കിൽ നോക്കുമ്പോൾ കിട്ടുന്നത്. റിയർ ഡിസ്ക് ബ്രേക്ക് നോക്കിയാൽ 230mm സിംഗിൾ പിസ്റ്റൺ കാലിപ്പറാണ് വരുന്നത്. അതും വൈബ്രയുടെ കാലിപ്പറാണ്. റിയറിൽ 17 ഇഞ്ച് അലോയ് വീൽസ് ആണ് വരുന്നത്. 150 സെക്ഷൻ്റെ ടയറാണ് റിയറിൽ വരുന്നത്. ഇതിൽ അലുമിനിയം സിംഗമാണ് വരുന്നത്. വെയിറ്റ് റിഡക്ഷൻ്റെ ഭാഗമായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. വണ്ടിക്ക് മാക്സിമം വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് KTM ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 1 ടൺ സെക്ഷൻ്റെ ടയറാണ് ഫ്രണ്ടിൽ വരുന്നത്. 17 ഇഞ്ച് അലോയ് വീൽസ് ആണ് വരുന്നത്. റിയറിൽ 17 ഇഞ്ച് അലോയ് വീൽസ് വരുന്ന 150 സെക്ഷൻ ടയറാണ് വരുന്നത്. വണ്ടിയുടെ വെയിറ്റ് നോക്കിയാൽ 154 kg ആണ്. സീറ്റ് ഹൈറ്റ് നോക്കിയാൽ 820 mm. വണ്ടിക്ക് കുറഞ്ഞ വീൽ ബേസ് ആണ് ഉള്ളത്, 1340 mm. വീൽ ബേസ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് സിറ്റി ട്രാഫിക്കിലൂടെ ഈസി ആയിട്ട് ഓടിക്കാൻ സാധിക്കും. എബൌട്ട് 140 km/h ടോപ്പ് സ്പീഡാണ് വണ്ടിയിൽ വരുന്നത്. വണ്ടിയുടെ ഏത് ഭാഗത്ത് നോക്കിയാലും അഗ്രസീവ് സ്റ്റൈലിംഗ് ആണ്. ഇപ്പോഴത്തെ BS6 വണ്ടിയേക്കാളും കിടൽ ലുക്കാണ് ഈ വണ്ടി. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ വണ്ടിക്ക് ഇത്രയും ഫാൻസ്. ഇതിന്റെ സൗണ്ടിന് മാത്രം തന്നെ പ്രത്യേക ഫാൻ ബേസ് ഉണ്ട്. അപ്പോൾ നമുക്കിനി വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. അതിനു മുമ്പേ നമുക്ക് വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേൾക്കാം.
അപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് ഫീൽ ആകുന്ന കാര്യങ്ങൾ പറയാം. 2013 ഈ വണ്ടി ലോഞ്ച് ആയത്. അന്ന് ആരും കാണാത്ത ഡിസൈനിലാണ് KTM RC ലോഞ്ച് ചെയ്തത്. എൻ്റയർലി ഡിഫറെൻറ്റ് ലുക്കായിരുന്നു. അപ്പോൾ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ ലാംഗ്വേജ് ആണ് ഈ വണ്ടിയുടേത്. അപ്പോൾ R15 ഒക്കെ ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തായിരുന്നു ഈ വണ്ടിയും ലോഞ്ച് ആയത്. എന്നിട്ടും ഈ വണ്ടിക്ക് ഇത്രയും ഫാൻ ബേസ് കൂടാൻ കാരണം ഇതിൻ്റെ പവർ തന്നെയാണ്. R15 എനിക്ക് ഇതിൻ്റെ റൈഡിംഗ് പോസ്റ്റാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. യമഹയെ താഴ്ത്തി പറയുന്നതല്ല, ഇതിൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. R15 വെച്ച് നോക്കുമ്പോൾ ടോപ്പ് എൻഡ് കാര്യങ്ങളൊക്കെ RCക്ക് കുറവാണ്. പക്ഷേ ഇവൻ ടോപ്പ് എൻഡ് എടുക്കുന്ന ടൈം മറ്റ് വണ്ടികൾ 0 to 100 അടിക്കുന്ന ടൈം ആയിരിക്കും. ഇതിന് 135 km/h ടോപ്പ് സ്പീഡ് ഉള്ളൂ എങ്കിലും ഇത് ടോപ്പ് എൻഡ് എടുക്കുന്ന ടൈം വളരെ കുറവാണ്. കാരണം വണ്ടി ലോ ഗിയർ റേഷ്യോ ആണ്. ഈ വണ്ടിയുടെ ആക്സിലറേഷൻ അപാരമാണ്. ഈ വണ്ടിക്ക് ഇത്രയും പവർ ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കാം എല്ലാവരും ഈ വണ്ടിക്ക് അഡിക്റ്റ് ആയി പോയത്. പിന്നെ വണ്ടിയുടെ ലുക്കിനെ പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ, എവിടെ നോക്കിയാലും ലുക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ ഹീറ്റിങ്ങിനെ പറ്റി പറഞ്ഞാൽ BS3 ആണ്. ബെൻ പൈപ്പ് സൈഡിൽ കൂടെയാണ്. കാലിലൊക്കെ നല്ല ഹീറ്റാണ് അടിക്കുന്നത്. സിറ്റി ട്രാഫിക് കൂടെയൊക്കെയാണ് പോകുന്നതെങ്കിൽ വളരെ ഹീറ്റാകും. സിംഗിൾ ഫാൻ കൂളിംഗ് സിസ്റ്റമാണ് വരുന്നത്. വണ്ടിയുടെ മെയിൻ്റനൻസ് കോസ്റ്റൊക്കെ വളരെ കുറവാണ്. ഈ വണ്ടിയുടെ പവറും ഫീലും നോക്കുകയാണെങ്കിൽ മെയിൻ്റനൻസ് കോസ്റ്റൊന്നും അത്രയും കൂടുതലൊന്നുമല്ല. പിന്നെ കോസ്റ്റ് വരുന്നത് സ്പെയർ പാർട്സിനാണ്. പാർട്സിനൊക്കെ വില കുറച്ച് കൂടുതലാണ്. റിലയബിലിറ്റിയുടെ കാര്യത്തിലാണെങ്കിൽ ഇവൻ കുറച്ച് പുറകിലാണ്. എഞ്ചിൻ അത്രയൊന്നും റിഫൈൻഡ് അല്ല. KTM ഈ എഞ്ചിൻ നിർമ്മിച്ചിരിക്കുന്നത് തന്നെ മാക്സിമം പവർ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഞാൻ വണ്ടി ജസ്റ്റ് ഒന്ന് കൈ കൊടുത്ത് കാണിക്കാം. ഈ വണ്ടിയുടെ പവർ എങ്ങനെ ഡെലിവർ ആകുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇത്രയും പവറും ഫീലും തരുന്ന മറ്റൊരു 200cc വണ്ടി ഉണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. ഈ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ഫീലേ വേറെയാണ്. കാരണം ഈ വണ്ടിയുടെ ക്യാരക്ടർ അങ്ങനെയാണ്. ഈ വണ്ടി KTM ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ പർപ്പസിന് വേണ്ടിയാണ്. പർപ്പസ് എന്ന് പറഞ്ഞതിന് കാരണം ഇതൊരു ട്രാക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വണ്ടിയാണ്. ഈ വണ്ടിയെ നമുക്ക് ഇങ്ങനെ തന്നെ ട്രാക്കിൽ കൊണ്ടുപോകാം. അങ്ങനെയാണ് KTM ഈ വണ്ടി നിർമ്മിച്ചിരിക്കുന്നത്. ഈ വണ്ടി പവറിനും പെർഫോമൻസിനും മാത്രം പ്രാധാന്യം കൊടുത്ത് ഇറക്കിയ വണ്ടിയാണ്. റൈഡിംഗ് കംഫർട്ട് നോക്കിയാൽ വളരെ കുറവാണ്. ലോങ് പോകാനൊന്നും പറ്റില്ല. ഒരു സൈഡിൽ നിന്ന് ഹീറ്റിംഗ്, പിന്നെ വേറൊരു സൈഡിൽ നിന്ന് റൈഡിംഗ് പൊസിഷൻ, പിന്നെ ഹാർഡർ സീൽസിൻ്റെ പ്രശ്നം വേറൊരു സൈഡിൽ നിന്ന്. വളരെ ബുദ്ധിമുട്ടാണ് ലോങ് പോകാനൊക്കെ. പക്ഷേ ലോങ് പോകുന്നവരുമുണ്ട്. അതൊക്കെ ഒരു മൈൻഡ് സെറ്റിൻ്റെ പുറത്ത് പോകുന്നതാണ്. ഈ വണ്ടിക്ക് 10,000 RPM ഫുൾ പവർ കിട്ടുന്നത്. പക്ഷേ ഈ വണ്ടി ലോ ഗിയർ റേഷ്യോ ആയതുകൊണ്ട് തന്നെ ഏത് RPM നമുക്ക് പവർ കിട്ടും. KTMൻ്റെ ഫീൽ എന്ന് പറയുന്നത് തന്നെ റെഡ് ലൈൻ ചെയ്ത് ഓടിക്കുമ്പോഴുള്ള ആ ഒരു ഫീലും സൗണ്ടും ഒക്കെ തന്നെയാണ്. ട്രാക്ക് ബൈക്ക് ആയതുകൊണ്ട് തന്നെ കോർണർ ചെയ്യാനൊക്കെ കിട്ടില്ലമാണ്. വണ്ടി നല്ല ഹീറ്റ് ആകുന്നുണ്ട്. റേഡിയേറ്റർ ഫാനൊക്കെ ഓണായി. സൈഡിൽ കൂടെ ഹീറ്റൊക്കെ കാലിലടിക്കുന്നുണ്ട്. പിന്നെ സസ്പെൻഷൻ നോക്കിയാൽ വളരെ സ്റ്റിഫാണ്. വളരെ ഡിസ്കംഫർട്ടാണ് ഇതുവഴിയൊക്കെ ഓടിക്കുമ്പോൾ. BS3 വണ്ടികളെ പറ്റി അത് 200 ആയാലും 390 ആയാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ Instagram ID ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ RC200 കുറിച്ചുള്ള ഈ ഒരു വീഡിയോ ഇവിടെ തീരുകയാണ്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ. ഇറ്റ്സ് മീ റൗലർ. ബൈ.